സംസ്ഥാനത്ത് ലഹരി വ്യാപനത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ എക്സൈസ് എറണാകുളം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചിനിടയിൽ സംഘർഷം തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ച എറണാകുളം എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. മാർച്ചിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, വിശദാംശങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് ലഹരി വ്യാപനത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എറണാകുളത്ത് എക്സൈസിന്റെ സോൺ ഓഫീസിലേക്ക്, റേഞ്ച് ഓഫീസിലേക്ക് യുവമോർച്ച BJP പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. ഇപ്പോൾ BJP യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിന് നേരെയാണ് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗം നടത്തിയത്. വനിതാ പ്രവർത്തകർക്ക് നേരെയടക്കം പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയിരുന്നു. അതിന് പിന്നാലെ പോലീസിന് നേരെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു നേരിയ മുണ്ടും തള്ളിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാരിക്കേഡിൽ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് യുവമോർച്ച പ്രവർത്തകർ. നേരിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് ഇപ്പോഴും ഈ സമരം നടക്കുന്ന സ്ഥലത്ത് ഉള്ളത്. വലിയ രീതിയിലുള്ള സംസ്ഥാനത്ത് വ്യാപകമായ ലഹരി വേട്ടയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി എറണാകുളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ്, അതായത് കളമശ്ശേരിയിലെ പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയ്ക്ക് പിന്നാലെ തന്നെ പോളിടെക്നിക് പ്രദേശത്തും അതുപോലെ തന്നെ കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തും അതിനുശേഷം പാലാരിവട്ടത്തും ഒക്കെ MDMA കഞ്ചാവും ഒക്കെ തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ തന്നെ ഇന്ന് ഏറ്റവും പ്രഹരശേഷിയുള്ള ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം ഇന്ന് അല്പസമയം മുമ്പാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പോലീസും എക്സൈസ് സംഘവും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം അരങ്ങേറുന്ന സാഹചര്യമാണ് ഇപ്പോഴും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം. വലിയ ലഹരി വ്യാപനം തന്നെയാണ് ഇപ്പോഴും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച BJP പ്രവർത്തകർ ഈ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ BJPയുടെയും അതുപോലെ തന്നെ യുവമോർച്ചയുടെയും ഒക്കെ തന്നെ ജില്ലാ നേതൃത്വവും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJP ഈ ഘട്ടത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ചേർന്ന BJPയുടെ ഭാരവാഹി യോഗത്തിലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന നേതൃയോഗത്തിലും ഒക്കെ തന്നെ ഈ കാര്യം വളരെ രീതിയിൽ തീരുമാനമെടുത്തിരുന്നു. അത് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ, യുവമോർച്ചയുടെ നേതൃത്വത്തിൽ എക്സൈസ് ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. BJPയുടെ ജില്ലാ പ്രസിഡന്റ്, സിറ്റി ജില്ലാ പ്രസിഡന്റ് AS ഷൈജു, അതുപോലെ തന്നെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ ഈ സമരത്തിൽ നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോ സിറ്റി ജില്ലാ പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സമരം ശക്തമാക്കി മുന്നോട്ട് പോവുക എന്നതാണ് BJP തീരുമാനമെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തെ അത് തടയാൻ സർക്കാരും എക്സൈസും ഒക്കെ തന്നെ പരാജയപ്പെടുന്നതിന്റെ കൂടിയാണ് ഈ സമരത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ വളരെ സമാധാനപരമായിട്ടാണ് ഈ മാധ്യമ സുഹൃത്തുക്കളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. വിഷ്വൽ ഒന്നുകൂടി നോക്കിയാൽ കാണാൻ സാധിക്കും.
യാതൊരു പ്രകോപനവുമില്ലാതെ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, സന്ദർഭങ്ങൾ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാം. ഓരോ നിമിഷവും കിലോ കണക്കിന് കഞ്ചാവുകളും കിലോ കണക്കിന് പറഞ്ഞാൽ ഇറക്കുന്ന രീതിയിലുള്ള ഓരോ സംഭവങ്ങളും, കിലോ കണക്കിന് MDM ഉൾപ്പെടെയുള്ള പല രാസലഹരി പദാർത്ഥങ്ങളും, നിരവധി കഥകൾ, നിരവധി ക്രൈംസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് എക്സൈസും പോലീസും ഉൾപ്പെടെയുള്ള നമ്മെ സഹായിക്കും, നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ആ സമൂഹം നമ്മൾ രക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ കയ്യും കെട്ടി വെറും കോമാളികളെ പോലെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യുവമോർച്ച ഒരു പ്രതിഷേധവുമായിട്ട് എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. തികച്ചും സമാധാനപരമായിട്ടുള്ളതാണ്. ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട്, എക്സൈസിന്റെ പ്രവർത്തകന്മാരോടോ ഇവിടെ മറ്റുദ്യോഗസ്ഥന്മാരോടോ ഞങ്ങൾ യുദ്ധത്തിന് വന്ന ആളുകളല്ല. യാതൊരു പ്രകോപനവുമില്ലാതെ ഈ ഇവിടുത്തെ വരുൺ, നമ്മുടെ ഈ ഇവിടുത്തെ സമരക്കാരെയെല്ലാം നേരിടാൻ വേണ്ടി പോലീസ് സജ്ജീകരിച്ചിട്ടുള്ള ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട്, വെള്ളം ചീറ്റിച്ചുകൊണ്ട്, യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് അക്രമം അഴിച്ചുവിടാനും ഒരു ശ്രമമായിരുന്നു ഇവിടെ ആദ്യമേ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒരു കാര്യം പോലീസുകാരോട് സൂചിപ്പിക്കുവാനുള്ളത്, എക്സൈസുകാരോട് സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ഈ കാണിക്കുന്ന പരാക്രമം, നിങ്ങൾ ഈ കാണിക്കുന്ന ആവേശം, ഈ നാട്ടിൽ കഞ്ചാവ് വിൽക്കുകയും MDM വിൽക്കുകയും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയും കലാലയങ്ങൾ പോലും കഞ്ചാവ് വളർന്നു തൂക്കിക്കൊടുക്കുവാൻ സ്ഥാപനങ്ങളാക്കി മാറ്റുകയായിട്ടുള്ള കൊടും ക്രിമിനലുകൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുവാൻ തയ്യാറുണ്ട് എങ്കിൽ ഇതുപോലെ സമരങ്ങൾക്ക് ഒരു വിരാമമിടാൻ സാധിക്കും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഞങ്ങളോട് പരാക്രമം കാണിക്കേണ്ട. ഞങ്ങൾ സമാധാനപരമായിട്ട് സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആരെയാണോ കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അത് കണ്ടിട്ടേ പോവുകയുള്ളൂ. അങ്ങനെ ഒരു ചരിത്രം മാത്രമാണ് BJPക്ക് യുവമോർച്ചയ്ക്കുമുള്ളതെന്ന് പ്രഖ്യാപിക്കുക ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതൊരു സൂചന സമരമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കൂ. കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ടറും 24 ഉൾപ്പെടെ ചാനലുകൾ പോലും ഇവിടെ ലഹരി വേണ്ട, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ വേണ്ട എന്ന പ്രഖ്യാപനവുമായി സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്, പല എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ആവശ്യത്തിന് വാഹനങ്ങളില്ല, ഞങ്ങൾക്കിത് കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് ഉപകരണങ്ങളില്ല. ഞങ്ങളുടെ കുറ്റമാണോ? നിങ്ങൾക്ക് വാഹനമില്ല, നിങ്ങൾക്ക് ഇത് കണ്ടെത്തുവാൻ ഉപകരണമില്ലാത്തത് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ കുറ്റമാണോ? അതിനെയാണ് പറയുന്നത് സർക്കാരിന് പിടിപ്പുകേടെന്ന് പറയുന്നത്. എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.